പ്രത്യേകിച്ച് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച ഒരു കേസിന് മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോൾ വീടിന് മുന്നിൽ ലഡ്ഡു വിതരണം വരുമ്പോൾ കണ്ട കാഴ്ച ഈ വീടിന്റെ പരിസരത്ത് ഉള്ള അയൽവാസികളൊക്കെ തന്നെ ഈ വീടിന് മുന്നിലൂടെ പോകുന്ന യാത്രക്കാർക്കും മറ്റും ലഡു വിതരണം ചെയ്യുന്നുണ്ടായിരുന്നത്. എന്താ ഇങ്ങനെ ലഡു ഒക്കെ വിതരണം ചെയ്യാൻ കാരണം? സിദ്ദിഖിന്റെ ഒളിച്ചോടലും അറസ്റ്റും എല്ലാം കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനിടയിൽ സിദ്ദിഖിന് ഇപ്പം ജാമ്യം ലഭിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന്. താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല. അപ്പൊ ആ രീതിയിലാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുന്ന് കോടതി നിരീക്ഷിച്ചൊരു കാര്യം 8 വർഷമായിട്ട് എന്തുകൊണ്ട് ഈ പരാതി നൽകിയില്ല എന്നുള്ളൊരു കാര്യമാണ് അവരെ സ്വാധീനിച്ചത് എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇതിന്റെ വക്കീൽ, അവിടെ ഉണ്ടായിരുന്ന വക്കീൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഹാരിസ് ബീരാൻ, സുപ്രീം കോടതി അഭിഭാഷകൻ, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹാരിസ് ബീരാൻ, ഈ ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ആ മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോഴും ഉന്നയിക്കപ്പെട്ട വാദങ്ങൾ എന്നുള്ളത് ഇത്ര കാലം പരാതി നൽകിയില്ല എന്നുള്ള മുകുൾ റോത്തഗിയുടെ വാദം, അത് സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ പരാതി വൈകുന്നത് കേസിനെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നതടക്കമുള്ള സുപ്രധാനമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് നേരത്തെ വന്നിട്ടുമുണ്ടല്ലോ. വെച്ചാൽ ഈ കേസിന്റെ അഡ്മിഷൻ ആണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. ആ ഹൈക്കോടതിയുടെ വിധിക്കെതിരെയുള്ള അപ്പീലാണ് സിദ്ദിഖ് ഫയൽ ചെയ്തേക്കുന്നത്. ആ സിദ്ദിഖിന്റെ അപ്പീലാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഇന്ന് ആദ്യത്തെ ഹിയറിംഗ് ആണ്. ഇപ്പൊ നോർമലി സുപ്രീം കോടതിയിലെ ആദ്യത്തെ ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവര് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. അത് പ്രഥമ ദൃഷ്ട്യാ ഹൈക്കോടതി വിധിയിൽ അസംതൃപ്തി ഉണ്ടെങ്കിൽ അവര് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. അല്ലെങ്കിൽ അന്ന് തന്നെ കോടതി പെറ്റീഷൻ തള്ളും. അതായത് ഹൈക്കോടതി വിധി ശരിയാണെന്ന് പറയും. ഇന്നിപ്പോ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ കേസായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ കോടതിയിൽ ഉണ്ടായി ആ സമയത്ത്. അപ്പൊ കോടതി നടപടി എന്താണെന്നുള്ളത് മാത്രം ഒന്ന് വിശദീകരിക്കാമെന്ന് മാത്രം. കോടതിയിൽ കേസെടുത്തപ്പോൾ തന്നെ ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നത് 8 വർഷത്തെ ഡിലേക്ക് ശേഷമുള്ള ഒരു പരാതിയാണല്ലോ എന്നുള്ളതാണ്. അപ്പോ അതാണ് അവരെ ഏറ്റവും വലിയതായിട്ട് സ്വാധീനിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുൻകൂർ ജാമ്യമല്ല കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോ മുൻകൂർ ജാമ്യാപേക്ഷ പൂർണ്ണമായിട്ട് തീർപ്പാക്കുന്നത് വരെ അദ്ദേഹത്തിന് ഒരു ഇന്ററിം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അതായത് ഇൻ കേസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ജാമ്യത്തിൽ വിടണം എന്നുള്ളത്. അപ്പൊ ഇതില് വക്കീൽ വ്യക്തമായിട്ട് പറയുന്നത് മുൻകൂർ ജാമ്യം അല്ല കൊടുത്തിരിക്കുന്നത്, താൽക്കാലികമായിട്ട്, അതായത് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ താൽക്കാലിക ജാമ്യത്തിൽ വിടണം, അത്രേ ഉള്ളൂ. അറസ്റ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്നതിനോ അതിനൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ മുകേഷിനൊക്കെ വിട്ട പോലെ എന്ത് ചെയ്യണം, താൽക്കാലിക ജാമ്യത്തിൽ വിടണം. മുൻകൂർ ജാമ്യം അല്ല കൊടുത്തിരിക്കുന്നത് സിദ്ദിഖിന്, അത് വ്യക്തമായിട്ട് ഈ വക്കീൽ പറയുന്നുണ്ട്. ന്യൂസുകളിലെല്ലാം മുൻകൂർ ജാമ്യം കിട്ടിയെന്നാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ താൽക്കാലിക ജാമ്യത്തിൽ വിടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ സംസ്ഥാന സർക്കാരിനും അതേപോലെ തന്നെ പരാതിക്കാരിക്കും സത്യാവാങ്മൂലം ഫയൽ ചെയ്യണം. ആ ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്തിമവാദം 2 ആഴ്ചയ്ക്ക് ശേഷം നടക്കും. അപ്പോഴാണ് മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഫൈനൽ തീരുമാനം സുപ്രീം കോടതി എടുക്കുകയുള്ളൂ. അപ്പോൾ വ്യക്തമായിട്ട് വക്കീൽ പറയുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷമേ മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം കോടതി എടുക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം, പക്ഷെ താൽക്കാലിക ജാമ്യത്തിൽ വിടണം, ആ ഒരു ഇതാണ് പറയുന്നത്. പക്ഷെ പലരും പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് ചാനലിലടക്കം മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നാണ്. മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം അവര് നോക്കുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ മുൻകൂർ ജാമ്യമല്ല സിദ്ദിഖിനെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വന്നതോട് കൂടിയിട്ട് സിദ്ദിഖിന്റെ വീടിനടുത്തുള്ള നെയ്ബേഴ്സിന്റെ കുറച്ച് കാര്യങ്ങള് ഇത് അവരുടെ സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇവിടെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോൾ വീടിന് മുന്നിൽ ലഡ്ഡു വിതരണം എന്നുള്ള വാർത്ത ഒക്കെ കേൾക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ച? സിദ്ദിഖിനെ എപ്പോഴും കാണാനില്ല എന്നുള്ളത് തന്നെയാണല്ലോ അല്ലേ? ഹൃദയ, അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് പടമുകളിനടുത്തുള്ള പാലച്ചുവട്ടിലെ സിദ്ദിഖിന്റെ വീടിന് മുന്നിലാണ്. ഈ ഹൈക്കോടതി നേരത്തെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഈ സിദ്ദിഖ് അടക്കമുള്ള വീട്ടിൽ നിന്ന് മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കുടുംബാംഗങ്ങളടക്കം ആരും തന്നെ നിലവിൽ ഈ വീട്ടിലില്ല. നിലവിൽ എറണാകുളത്ത് ആലുവ കുട്ടമശ്ശേരിയിലും അതോടൊപ്പം കാക്കനാട് പടമുകളിലും ഈ 2 വീടുകളിലും സിദ്ദിഖ് ഉണ്ടായിരുന്നില്ല. നേരത്തെ അന്വേഷണ സംഘം അടക്കം ഇവിടെയൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് അനുകൂലമായ ഒരു ഉത്തരവ് വന്നതോടുകൂടി വലിയ സന്തോഷത്തിലാണ് സിദ്ദിഖിൻ്റെ ഒപ്പമുള്ളവർ, സിദ്ദിഖിൻ്റെ അടുത്ത ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ, അയൽവാസികളൊക്കെ തന്നെ. നമ്മളിവിടെ വരുമ്പോൾ കണ്ട കാഴ്ച ഈ വീടിൻ്റെ പരിസരത്ത് ഉള്ള അയൽവാസികളൊക്കെ തന്നെ ഈ വീടിന് മുന്നിലൂടെ പോകുന്ന യാത്രക്കാർക്കും മറ്റും ലഡു വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ആളുകളൊക്കെയാണ് നേരത്തെ സിദ്ദിഖിന് വേണ്ടി ഇത്തരത്തിൽ ലഡു വിതരണം നടത്തിയത്. നിങ്ങൾ കണ്ടല്ലോ, ബലാത്സംഗ കേസിലെ പ്രതിയാണ് സിദ്ദിഖ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാള്
ആൾക്ക് ജാമ്യം കിട്ടി അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ജാമ്യം കിട്ടി എന്നുള്ളതിന്റെ പേരിൽ മാത്രം അവിടെ പോയിട്ട് എന്താ പറയാ അയൽക്കാർ അത്രയും വിശ്വാസമാണ് അയൽക്കാർക്ക്. ഞാൻ പറഞ്ഞോട്ടെ, ഈ ഒരു വ്യക്തി ചെയ്തിനോ ചെയ്തിട്ടില്ലയോ എന്ന് വ്യക്തമായിട്ട് കുറ്റം തെളിഞ്ഞ ശേഷമാണ്, അല്ലെങ്കിൽ അങ്ങനെ തെളിഞ്ഞ ശേഷം ലഡു കൊടുക്കുവാണെങ്കിൽ പറയാം നമുക്ക് ഓക്കെ. പക്ഷെ ഇവിടെയുള്ള ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറച്ച് ആൾക്കാർ, നെയ്ബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊരിക്കലും ചെയ്യില്ല എന്ന് ഇവരുടെ വിശ്വാസം മാത്രമാണ്. അല്ലാതെ സിദ്ദിഖ് ചെയ്യില്ല എന്നതിന് ഇവർക്ക് എന്തറിയാം? ഇവർ സിദ്ദിഖ് പോകുന്നത് കാണുന്നു, വരുന്നത് കാണുന്നു, സിദ്ദിഖ് ഇവിടെ പോകുന്നു വരുന്നു, ഇതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാവോ? ഇവർക്കൊന്നും അറിയത്തില്ല. എന്നിട്ടും പോയിട്ട് ലഡു വിതരണം ചെയ്യുക ഒരിക്കലും ചെയ്യില്ല. ഇത് ഇവരുടെ വിശ്വാസം മാത്രമാണ്. സിദ്ദിഖ് ചെയ്യുവോ ഇല്ല എന്നുള്ളത് സിദ്ദിഖിനെ കുറിച്ചിട്ട് സിനിമാ മേഖലയിലുള്ളവരോട് അന്വേഷിച്ചാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും സിദ്ദിഖ് എങ്ങനെയുള്ള ആളാന്ന്. അല്ലാതെ അടുത്തുള്ള അവർ കാണുന്ന പോലും ഉണ്ടാവില്ല. എവിടൊക്കെ എപ്പോഴെങ്കിലും ആയിരിക്കും സിദ്ദിഖിനൊന്ന് കാണുക പോലും ചെയ്യുന്നത്. പുറമേ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നു എന്ന് കരുതിയിട്ട് സിദ്ദിഖ് അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ലഡു വിതരണം നടത്തുന്നതിലൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അത് ഒരു ബലാത്സംഗ കേസാണ്. അതിൽ ആ കുട്ടി വന്ന് പറയുന്ന തരത്തിൽ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ആ ഒരു എന്താ പറയാ, ആ ഒരു പരിഗണന പോലും ഇല്ലാതെ ലഡു വിതരണം നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ഒരു പോക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഒരു ബലാത്സംഗ കേസിലെ പ്രതിയാണ്, ജാമ്യം കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു പ്രതി എന്നുള്ള രീതിയിൽ അയാൾക്ക് ജാമ്യം കിട്ടുമ്പോഴത്തേക്ക് അയൽക്കാർ കൊണ്ടുപോയിട്ട് ലഡു വിതരണം ചെയ്യാന്നൊക്കെ പറയുന്നത് എനിക്കതിലുള്ള ലോജിക്ക് എന്തായാലും മനസ്സിലാകുന്നില്ല. അപ്പൊ നമുക്ക് അവർ പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം. എന്താ ഇങ്ങനെ ലഡു ഒക്കെ വിതരണം ചെയ്യാൻ കാരണം? വിതരണം ചെയ്യാൻ കാരണം വെച്ചാൽ അദ്ദേഹം ഇവിടെ നമ്മൾക്ക് 10-30 വർഷമായിട്ട് അറിയാം. ഇങ്ങനെ പെട്ടെന്നൊരു ഇതിൽ വന്നിട്ട് നമ്മളതിനെ വിശ്വസിക്കേണ്ടായില്ല. ഈ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ അതിന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. അതിലുള്ള 2 ആഴ്ചയ്ക്ക് അറസ്റ്റ് തടഞ്ഞേക്കണെല്ലാം സന്തോഷത്തിലാണ് ഞങ്ങൾ, ഈ നാട്ടുകാരെല്ലാവരും, പാലച്ചോട് നിവാസികൾ മൊത്തത്തിൽ. സിദ്ദിഖ് ഈ കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഇല്ല, 2 ആഴ്ചയ്ക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. പിന്നെ നിയമത്തിൻ്റെ വഴിക്ക് പോകുമല്ലോ. എപ്പോഴും സത്യം ജയിക്കും. പുള്ളി തെറ്റ് ചെയ്യൂല എന്നുള്ളതാണ് 100% ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ നമ്മളായിട്ട് ഇവിടെയുള്ള പെരുമാറ്റങ്ങളും എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പുള്ളി തെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മളുടെ പൂർണ്ണമായ വിശ്വാസം. എന്തുകൊണ്ടാണ് ലഡു ഒക്കെ വിതരണം ചെയ്തത്? ലഡു വിതരണം എന്ന് വെച്ചാൽ ഒരു ജുഡീഷ്യറിയാണ് ഈ തീരുമാനങ്ങൾ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്, നമ്മളല്ല. തെറ്റുകാരനാണോ സിദ്ദിഖ് സാറെന്ന് വിചാരിക്കേണ്ടത് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിക്കാണ് ഫുൾ അധികാരമുള്ളത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജുഡീഷ്യറി തെറ്റാണോ മോശമാണോ എന്നുള്ള അവരല്ലേ തീരുമാനിക്കേണ്ടത്, നമ്മളല്ലോ. അപ്പോൾ അതിനുവേണ്ടി ചേട്ടാ, ഈ ഇത്തരത്തിൽ സിദ്ദിഖ് കുറ്റക്കാരനല്ല എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. താൽക്കാലികമായി 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടയുക മാത്രമാണ് ചെയ്തത്. 2 ആഴ്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അതിപ്പോൾ നമ്മളിവിടെ ഞാൻ വന്ന കാലം തുടങ്ങി പുള്ളിക്കാരൻ എനിക്കറിയാം. ഞാൻ ഇവിടെ കല്ലൂരാണ് എൻ്റെ വീട്. ഞാൻ ഇവിടെ ഒന്നും ആശിക്കണം. ഇപ്പോൾ പുള്ളിക്കാരൻ നേരത്തെ പോലെ എനിക്കറിയാം. ഒരു കുഴപ്പമില്ലാത്ത വ്യക്തിയാണ് പുള്ളി. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അനുഭവം നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും സ്മൃതി അങ്ങനെയാണ്. സിദ്ദിഖിനൊപ്പമുള്ളവർ, സിദ്ദിഖിന്റെ ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ, അയൽവാസികളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. എന്തായാലും 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും കൊച്ചിയിൽ ഉള്ള സിദ്ദിഖ് അനുകൂലമായൊരു വിധി വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇന്ന് തന്നെ ഈ 2 വീടുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അന്വേഷണവുമായി സഹകരിക്കേണ്ടി വരും. അടുത്ത ദിവസങ്ങളിൽ തന്നെ സിദ്ദിഖിന്റെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. സ്മൃതി, അപ്പോ ഇനിയൊരു പൂമാല ഇട്ടിട്ട് മറ്റേ സ്വീകരിക്കേണ്ട ഒരു കുറവ് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. കാരണം ബലാത്സംഗ കേസിലെ പ്രതിയാണ്. അപ്പോ ഇവര് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിലൊരു വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയാ, ഈ കേസ് നടത്തി തെളിഞ്ഞ ശേഷമാണ് ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള സ്വീകരണവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പ്രതി അല്ല, അല്ലെങ്കിൽ കുറ്റാരോപിതനാണ്, അല്ലെങ്കിൽ ഒരു പ്രതി എന്നുള്ള രീതി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇതിനൊക്കെയുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് പോലീസുകാർ അടക്കം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. 2 പേരും പോയ ഹോട്ടലാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും രജിസ്റ്റർ ആണെങ്കിലും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്ന് തെളിവുകൾ അടക്കം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അടക്കം പറഞ്ഞതാണ്. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് സിദ്ദിഖിന് ജാമ്യം ആദ്യം ലഭിക്കാഞ്ഞത്, ഇതൊന്നും ഇവർക്ക് അറിയത്തില്ലേ? ഇത് എന്ത് കണ്ടിട്ടാണ് ഇവരിങ്ങനെയൊക്കെ, കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെയാണ് കാണുന്നത്, ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ലഡുവൊക്കെ കൊടുത്ത് ആഘോഷിക്കുന്നത്? അതിനും മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഇവർ ഈ ലഡുവും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നാളെ സിദ്ദിഖ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഇവരൊക്കെ എന്ത് ചെയ്യും? അപ്പോ ഇവരുടെയൊക്കെ വിശ്വാസം മാത്രമാണ് സിദ്ദിഖ് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇതൊക്കെ കോടതിയിൽ വെച്ച് തെളിയിച്ചാൽ മാത്രമേ ഉണ്ടോ ഇല്ലയോ, ഇല്ലാത്തതാണോ, അല്ലെങ്കിൽ വ്യാജപരാതിയാണോ, അല്ലെങ്കിൽ നടന്നിട്ടില്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിനു മുൻപേ ലഡു കൊടുത്ത് ഇയാൾ എന്താ പറയാ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താണ് ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ നാടിന്റെ പൊതുവെ അവസ്ഥ എനിക്കിത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്കിത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണൊരു ഇങ്ങനെയുള്ളൊരു ബലാത്സംഗ കേസൊക്കെയാണ്, അത്രയും വലിയൊരു കേസാണ്. അപ്പൊ ആ ഒരു ജാമ്യം പോലും ആദ്യം കോടതി കൊടുത്തിട്ടില്ല. അതിലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആദ്യം തന്നെ
ജാമ്യം കൊടുത്തങ്ങ് വിട്ടേനെ. പക്ഷെ അത്രയും തെളിവുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ആ ഒരു കേസിൽ ജാമ്യം പോലും കൊടുക്കാതെ ഇരുന്നത്. അപ്പം അതുപോലും മനസ്സിലാക്കാതെ പോയിട്ട് ലഡു വിതരണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എനിക്ക് ആദ്യം ഇതിലൊന്നും ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും സിദ്ദിഖിന്റെ മകൻ അവിടെ വന്നിരുന്നു കോടതിയിൽ. അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ഷാഹിൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ആദ്യം സംസാരിച്ചു, പക്ഷെ അവർക്ക് തൃപ്തികരമൊന്നുമല്ല. സന്തോഷമുണ്ട്, പക്ഷെ തൃപ്തികരമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അറസ്റ്റ് തടയുന്ന രീതിയിലുള്ളൊരു ഇതാണ് വന്നേക്കുന്നത്. പക്ഷെ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ, അഥവാ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ താൽക്കാലിക ജാമ്യത്തിൽ വിടണം എന്നുള്ളൊരു ഇതും കൂടിയാണ് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും സിദ്ദിഖ് ഇപ്പൊ കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വീട്ടിലേക്ക് വരികയും ഇനി ചോദ്യം ചെയ്യാനൊക്കെ എന്തായാലും പോലീസിന് മുൻപിൽ വരികയൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്തായാലും അടുത്ത് തന്നെ സിദ്ദിഖിനെ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ദുൽഖറിന്റെ മുഖത്തിന് പകരം സിദ്ദിഖിന്റെ മുഖമൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഏതേതോ കഥയിലെന്ന് പറഞ്ഞ ആ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ട്രെൻഡിങ്ങിൽ കിടക്കുമായിരുന്നു. അപ്പൊ എന്തായാലും അതിനിടക്കാണ് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഇങ്ങനൊരു നീക്കം വന്നത് സിദ്ദിഖിന് വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും സിദ്ദിഖ് ഇനി വെളിച്ചത്ത് ഇറങ്ങേണ്ട സമയമായി. ഇപ്പൊ എന്തായാലും നമ്മുടെ ചോദ്യം ചെയ്യലിനും കാര്യങ്ങൾക്കൊക്കെ സിദ്ദിഖ് ഇറങ്ങേണ്ടി വരും. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സിദ്ദിഖിനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം.